ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം നല്ല ശക്തമായ മഴയായിരുന്നു കേട്ടോ. മൂടി പുതച്ച് കിടന്ന് ഉറങ്ങുകയായിരുന്നു. പിന്നെ നേരം വെളുത്ത് വീട്ടിലെ ജോലികളെല്ലാം ഒതുക്കണമല്ലോ. മക്കൾക്ക് ഫുഡ് കൊടുക്കണം, മക്കളെയും കൊണ്ട് അടുക്കളയിലേക്ക് പോകണം. നോക്കിയപ്പം ഒരാൾ നല്ല ഉറക്കത്തിലാണ്, ഒരാൾ ഉണർന്ന് കിടപ്പുണ്ട്. പൂമ്പാറ്റപ്പെണ്ണ് ഉണർന്ന് കിടക്കുകയാണ്. രാത്രി ഉറക്കാൻ കിടത്തിയപ്പോഴും ആദ്യം ഉറങ്ങിയത് കുഞ്ഞാറ്റയായിരുന്നു. ഇപ്പോൾ ഉണർന്നത് പൂമ്പാറ്റയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരെയും അടുക്കളയിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. കൈ കാണിച്ചപ്പോൾ തന്നെ ഉണർന്നു കിടന്ന ആൾ ചാടി എഴുന്നേറ്റ് വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ വലിയ ഇഷ്ടമാണ്. നമ്മൾ എടുത്തുകൊണ്ട് പോകാനും നടക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കക്ഷിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. താത്ത് വയ്ക്കുന്നത് മാത്രം എൻ്റെ മക്കൾക്ക് ഇഷ്ടമല്ല. താത്ത് വെച്ച് കഴിഞ്ഞില്ല വില്ല് പോലെ വളയുന്നതാണ് ഇപ്പോൾ സ്വഭാവം കേട്ടോ. കുഞ്ഞാറ്റപ്പെണ്ണ് ഇപ്പോഴും ഉറക്കം എണീറ്റില്ലായിരുന്നു. നമ്മൾ രണ്ടും കൂടെ കുത്തി ഉണർത്താൻ തന്നെ തീരുമാനിച്ചു കേട്ടോ. കാരണം താഴേക്ക് പോയി അവർക്ക് രാവിലത്തെ ഫുഡെല്ലാം കറക്റ്റ് സമയത്ത് എത്തിക്കണമല്ലോ. അങ്ങനെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കുഞ്ഞാറ്റപ്പെണ്ണിനെയും ഉറക്കം എഴുന്നേൽപ്പിച്ച് നമ്മൾ നേരെ അടുക്കളയിലേക്ക് വിട്ടു കേട്ടോ. കുഞ്ഞുമക്കൾ എപ്പോഴും ഉറക്കം എഴുന്നേറ്റാൽ ഒരു നിർബന്ധം കാണും. ആദ്യം അവരെ കുറച്ച് നേരം ഇങ്ങനെ എടുത്ത് വെക്കണം. കുറേ നേരം കഴിഞ്ഞിട്ടായിരിക്കും അവരുടെ ഒരു നിർബന്ധമായിട്ടുള്ള ഒരു സ്വഭാവമൊക്കെ മാറിക്കിട്ടുന്നത്. എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ. നേരെ അടുക്കളയിലേക്ക് പോയ സമയത്ത് ചേട്ടനവിടെ ഇഡ്ഡലിയും ചമ്മന്തിക്കറിയും എല്ലാം രാവിലത്തേന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി വയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇടയിൽ കൊടുക്കുന്ന കുഞ്ഞുങ്ങളുടെ പടിയായിട്ടുള്ള ബിസ്ക്കറ്റ് കൈ കൊടുത്ത് കുറച്ച് നേരം അവിടെ ഇരുത്തുന്നതാണ്. അതെപ്പോഴും ഞാൻ പറയാറുള്ളതാണ് ആണല്ലോ. അത് നിർബന്ധം തന്നെയാണ് കേട്ടോ. കാരണം കുറച്ച് നേരമെങ്കിലും അവരവിടെ അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് അതൊക്കെ. അതവർക്ക് ഇഷ്ടമാണ്. കയ്യിൽ ഇപ്പോൾ നമ്മളൊരു ബിസ്ക്കറ്റ് എടുത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ഒരു ഭയങ്കര സന്തോഷമാണ്. അടുക്കള എത്തിക്കഴിഞ്ഞാൽ ഉള്ള കുരുത്തക്കേട് തറയിൽ കിടന്ന പാത്രങ്ങളെല്ലാം വാരി വലിച്ചിടുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. കണ്ടോ, അടിപൊളി ഇഡലി ആയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾ കഴിക്കുന്നത് കൊണ്ട് തന്നെ ഇഞ്ചിയും അതുപോലെ മുളകും എല്ലാം വളരെ കുറച്ചാണ് ഇടുന്നത്. അധികം ഇട്ട് കഴിഞ്ഞാൽ എരിയൊന്ന് പേടിച്ചിട്ടേ. പിന്നെ നല്ലൊരു ഉരുളക്കിഴങ്ങിൻ്റെ ഫ്രൈ ഉണ്ടായിരുന്നു, മീൻകറി ആയിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു രസം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചമ്മന്തി കറിയാണ് ഇഡലിയോടൊപ്പം അല്ലെങ്കിൽ ദോശയോടൊപ്പം നമ്മൾ നൽകുന്നത്. ഇപ്പം നമ്മൾ ചമ്മന്തി അരയ്ക്കാൻ നേരത്തെ സാധാ തേങ്ങയൊക്കെ തിരുവി മുളക് പൊടി ഒന്നും ചേർക്കാണ്ട് സാധാ ഉള്ളി ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ട് അതിനോടൊപ്പം കുറച്ച് കടല, ചട്നിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സൈസ് വെള്ള കടലയുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് അരച്ച് ആണ് നമ്മളിപ്പോൾ പിന്നെ കടുക് താളിച്ചിങ്ങിടും. ആ രീതിയിലാണ് കുഞ്ഞുങ്ങൾക്ക് രാവിലെ ഇപ്പം നമ്മൾ എപ്പോഴും ഇഡലി കൊടുത്താലും അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുള്ളത് കേട്ടോ. അതിനിടയിൽ തന്നെ ബിസ്ക്കറ്റൊക്കെ വെച്ച് കുറച്ച് കുരുത്തക്കേടുകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് വെച്ച് അപ്പൻ വന്ന് ചോദിക്കുന്നുണ്ട് ബിസ്ക്കറ്റ് തരാൻ. അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുഞ്ഞുങ്ങളുടെ കുറേ കലാപരിപാടികൾ അത് കണ്ടുകൊണ്ടിരിക്കേണ്ടത് രസം തന്നെയാണ്. കുറച്ച് സമയമൊക്കെ അവരിങ്ങനെ കളിച്ച് രസിച്ചിരിക്കും. പിന്നെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹക്കൂടുതലൊക്കെ കാര്യം ശരിയാണ്. ചില നേരങ്ങൾ അവർ കളിക്കുന്നതാണ് തല്ലുകൂടും കേട്ടോ. അത് നോക്കിയിരിക്കണം. ഇളയാൾ മൂത്തയാളെ എപ്പോഴും ഇങ്ങനെ തല്ലിക്കൊണ്ടേയിരിക്കും. ചില നേരം മൂത്തയാൾ തിരിച്ചും കൊടുക്കാറുണ്ട് കേട്ടോ. ചേട്ടൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പോയി പതിവ് പോലെ തന്നെ റാഗിയുടെ കുറുക്ക് തയ്യാറാക്കി. ആ ഒരു സമയത്ത് ചേട്ടൻ അവിടെ ചമ്മന്തി കറിയോടൊപ്പം തന്നെ മുളക് ചട്നിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിപ്പം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനല്ല, നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മുളക് ചട്നിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. റാഗിയുടെ കുറുക്ക് മാത്രമല്ല, ഏത്തക്കയുടെ കുറുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പം ഒരു കണ്ണങ്ക നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നാത്തൂൻ്റെ വീട്ടിൽ നിന്നും. അത് അരിഞ്ഞ് ഉണക്കി പൊടിച്ച് വയ്ക്കുന്നുണ്ട്. അതും ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ആ കുറുക്കും കൊടുക്കുന്നതായിരിക്കും കേട്ടോ. കാരണം നമ്മളിപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്ന കുറുക്ക് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഒരു മടുപ്പ് തോന്നും. അതുകൊണ്ട് മാറ്റി മാറ്റി കൊടുക്കുക. ചേട്ടന് കൊണ്ടുപോകാനുള്ള ചോറെല്ലാം തണുപ്പിക്കാനായിട്ട് വെച്ചു. പിന്നെ മക്കളുടെ കുഞ്ഞാപ്പിച്ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്കൂളടവായതുകൊണ്ട് ഇന്ന് ഇടയ്ക്കിടയ്ക്ക് ദിവസങ്ങളിൽ വന്ന് നിൽക്കാറുണ്ട് കേട്ടോ. ചേട്ടൻ വന്നുകൊണ്ട് ചേട്ടൻ്റെ അടുത്ത് കുറച്ച് നേരം മക്കളെ കൊണ്ടാക്കി. കുറച്ച് നേരം ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ കളിച്ച് ചിരിച്ചിരിക്കും. കുറച്ച് നേരം ചേട്ടായിയുടെ കയ്യിൽ നിന്നും ബിസ്ക്കറ്റ് പാപ്പമൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് കഴിക്കുന്നതുകൊണ്ട് അതൊക്കെ ഇഷ്ടമാണ്. കുറേ നേരം ഇങ്ങനെ കളിച്ച് കളിച്ച് നിൽക്കും. ഏറ്റവും വലിയ പാടെന്ന് പറഞ്ഞാൽ റിമോട്ട് എങ്ങും വയ്ക്കാൻ പറ്റില്ല. അതെടുത്ത് എറിഞ്ഞ് കളിക്കലാണ് പ്രധാന പരിപാടി. റിമോട്ട്, ഫോണ് അവർക്കറിയാൻ കഴിയും. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എവിടെ ഇരുന്നാലും പാഞ്ഞ് വന്ന് എടുക്കാൻ നല്ല ചാൻസ് കൂടുതലാണ് കേട്ടോ. അതൊക്കെയാണ് എറിഞ്ഞ് കളിക്കാൻ ഇഷ്ടം. എത്ര കളിപ്പാട്ടം ഉണ്ടെങ്കിലും ഇപ്പം അടുക്കളയിലെ പാത്രങ്ങളോ ഇതുപോലുള്ള സാധനങ്ങളൊക്കെയാണ് അവരെ ശ്രദ്ധയിൽപ്പെടുന്നത്.
ഈ ഒരു സമയത്ത് അടുക്കളയിൽ ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു. കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ചേട്ടന് സമയമുള്ള സമയത്ത് ചേട്ടൻ എല്ലാം ക്ലീൻ ചെയ്ത് വെക്കും. അല്ലെങ്കിൽ ഞാൻ തന്നെ വന്ന് എല്ലാം ക്ലീൻ ചെയ്ത് തൂത്തുവാരി കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനായിരിക്കും കേട്ടോ. ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു. ഈ കാപ്പിയൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു. ഇത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകളും മറ്റും ഇതിനകത്ത് ഇട്ടാൽ മതിയാകും. വേസ്റ്റുകളും മറ്റും നമ്മളിപ്പം അയ്യത്തും മറ്റും വാരി ഇടാണ്ട് ഇതിനകത്തേക്ക് തന്നെ തട്ടിയിടുകയും എല്ലാ വേസ്റ്റുകളും ഇതിനകത്ത് ഇടാം. അതിൻ്റെ കൂടെ തന്നെ അതിനകത്തേക്ക് ഇടാൻ പറ്റുന്ന ഇതിനെ ലയിപ്പിച്ച് ഈ വേസ്റ്റ് ഇടാനുള്ള ചകിരിച്ചോറ് കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും ഇതിനകത്ത് തട്ടിയിട്ട് വെച്ചാൽ മതിയാകും. കാരണം സാധാ വളമായിട്ട് ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് 2-3 തട്ടുണ്ട്. ഇത് ഏറ്റവും അടിയിലേക്ക് എത്തുമ്പോഴത്തേക്ക് അത് കറക്റ്റ് വളമായി മാറി കിട്ടും. അത് നമുക്ക് കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. വീട്ടിലുള്ള ചീരയ്ക്ക്, വാഴയ്ക്ക് എല്ലാത്തിനും തന്നെ അത് വളമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. കാരണം ഈ ഈച്ചയും കൊതുകൊക്കെ പെരുകി വരത്തില്ലേ നമ്മളിങ്ങനെ ചുറ്റുപാടും ഇങ്ങനെ വാരിയിടുന്ന സമയത്ത്. അതിൻ്റെയൊക്കെ ശല്യം കുറയ്ക്കാനായിട്ടും എല്ലാ വീടുകളിലേക്കും ഇതിപ്പം വിതരണം ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കങ്ങനെ കിട്ടിയതാണ്. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരുന്ന പ്ലാസ്റ്റിക് കവറുകളും മറ്റ് ഹരിതകർമ്മസേന വന്ന് കൊണ്ടുപോകുന്നതുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗവും അവിടെ കുറഞ്ഞു കിട്ടുന്നതായിരിക്കും കേട്ടോ. പ്ലാസ്റ്റിക് കവറുകളെല്ലാം സെപ്പറേറ്റ് മാറ്റി നമ്മളവിടെ ഒതുക്കി മാറ്റി വയ്ക്കാറുണ്ട്. ഞാൻ ഈ പാത്രമൊക്കെ കഴുകി വയ്ക്കുന്ന സമയത്ത് ചേട്ടൻ മുകളിലേക്ക് പോയി ചേട്ടൻ റെഡിയായി കുളിച്ചൊരുങ്ങി താഴേക്ക് വരും. പിന്നെ രാവിലെ മിക്ക ദിവസങ്ങളും കാപ്പിയൊന്നും കഴിക്കാതെയാണ് പോകുന്നത്. ഉണ്ടാക്കി വെച്ചിരുന്നാലും അങ്ങനെ അധികമൊന്നും കഴിക്കുന്ന കൂട്ടത്തിലെ ആളല്ല കേട്ടോ. നമ്മളെത്ര നിർബന്ധിച്ചാലും അങ്ങനെ വിശപ്പില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങ് പൊക്കളയും. ഇങ്ങനെ പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരുപാട് സമയം ലേറ്റായിട്ടുണ്ടായിരുന്നു. പെട്ടെന്നാണ് ചേട്ടന് ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഇലയൊക്കെ വാട്ടിയെടുത്ത് അത് ശരിയാക്കാൻ വേണ്ടി ഓർത്തത് കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, പോയി ഇലയൊക്കെ ചേട്ടൻ വെട്ടിക്കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വാട്ടാൻ വേണ്ടി വെച്ചു. പലരും ചോദിക്കുന്ന ചോദ്യമാണ് പൂമ്പാറ്റയുടെയും കുഞ്ഞാറ്റയുടെയും. അറിയാത്തവർക്കായിട്ട് പറയുകയാണ് കേട്ടോ. പൂമ്പാറ്റയുടെയും കുഞ്ഞാറ്റയും എന്നാണോ റിയൽ നെയിം? അല്ല, പൂമ്പാറ്റ കുഞ്ഞാറ്റ എന്ന് വീട്ടിൽ വിളിക്കുന്ന പേരാണ് കേട്ടോ. അവരുടെ റിയൽ നെയിം ശിവന്യ എന്നും ശിവജ എന്നുമാണ് കേട്ടോ. അതായത് മൂത്ത മകളായ പൂമ്പാറ്റയെ ശിവന്യ എന്നാണ് വിളിക്കുന്നത്. ഇളയ മകൾ കുഞ്ഞാറ്റയെ ശിവജ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. 2 പേരെയും പൂമ്പാറ്റ കുഞ്ഞാറ്റ എന്ന് നമ്മൾ കുഞ്ഞാപ്പി ചേട്ടൻ വന്നിരിക്കുന്നു. ഈ കക്ഷിയാണ് പൂമ്പാറ്റ കുഞ്ഞാറ്റ എന്ന് കൊച്ചിൽ വിളിച്ചു തുടങ്ങിയത് കേട്ടോ. അതിനുശേഷം ഇപ്പോൾ എല്ലാവരും വീടിനടുത്തുള്ളവരും എല്ലാവരും പൂമ്പാറ്റ കുഞ്ഞാറ്റ പൂമ്പാറ്റ കുഞ്ഞാറ്റ തന്നെയാണ് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ചോറൊക്കെ റെഡിയായി വിളമ്പുന്ന സമയത്ത് അച്ഛനും മക്കളും കൂടി അടുക്കളയിലേക്ക് വന്നു. അധികം ചോറിടല്ലേ എന്നൊക്കെയാണ് ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൂമ്പാറ്റ പെണ്ണ് നോക്കിയാണ് എന്താ പാപ്പോ വിളമ്പി വെക്കുന്നേ എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ട്വിൻസ് ബേബീസിൻ്റെ പ്രഗ്നൻസി ജേർണിയൊക്കെ എങ്ങനെയൊക്കെ ആയിരുന്നു? വളരെ കഷ്ടപ്പാടായിരുന്നു. അങ്ങനെ കുറേ ഡൗട്ടുകൾ കുറച്ച് പേരുടെ ചോദിക്കാറുണ്ട്. പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ട്വിൻസ് ആണെന്ന് ആദ്യമായി അറിഞ്ഞിരുന്നൊരു സമയം ഉണ്ടായിരുന്നു കേട്ടോ. ട്വിൻസ് ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമാണ് ഉണ്ടായത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ട്വിൻസ് ബേബീസിനെ ഒരേപോലെ ഒരുക്കിക്കൊണ്ട് നടക്കുന്ന ഒരേ വളർച്ചയും അങ്ങനെ കുറേ വീഡിയോസൊക്കെ പണ്ട് തൊട്ട് ഞാൻ കാണാറുണ്ട് ഇരട്ട കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഇരട്ട കുഞ്ഞുങ്ങളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു, പ്രത്യേകിച്ച് പെൺപിള്ളേർ. നമുക്ക് ബേബി ആണാണോ പെണ്ണാണോ എന്നൊന്നും അറിയില്ല, പക്ഷേ ട്വിൻസ് ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഫുള്ള് ഹാപ്പി ആയിരുന്നു കേട്ടോ. പക്ഷേ ചേട്ടൻ്റെ അടുത്ത് ചേട്ടാ ട്വിൻസ് ആണ് എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ്റെ കണ്ണ് നിറയുകയാണ് ചെയ്തത്. അത് കുഞ്ഞ് 2 പേരുണ്ടാകുന്നതിൻ്റെ അല്ല, ഞാൻ തീരെ മെലിഞ്ഞിട്ടായിരുന്നു. എനിക്ക് അവരെ താങ്ങാനുള്ള കരുത്തോ ആരോഗ്യമോ കപ്പാസിറ്റിയൊക്കെ ഉണ്ടാകുമോ എന്നൊരു ഡൗട്ടാണ് ചേട്ടൻ ആദ്യം കേട്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണ് നിറഞ്ഞ് അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടന് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ 2 പേരെന്ന് പറഞ്ഞപ്പം ആ ഒരു സമയത്ത് എനിക്ക് തീരെ വെയിറ്റ് ഇല്ലായിരുന്നു. ഒരു 40 കിലോ അതിനകത്തായിരുന്നു, അത്ര ഇല്ലായിരുന്നു. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി കൃത്യമായിട്ടുള്ള ഫുഡ് കഴിക്കുകയും അതുപോലെ അതിനുള്ള മെഡിസിനും കാര്യങ്ങളെല്ലാം കൃത്യമായി കഴിച്ച് പ്രോപ്പറായിട്ടുള്ള ബെഡ് റെസ്റ്റും കാര്യങ്ങളെല്ലാം എടുത്ത് പിന്നെ തുടർച്ചയായി എനിക്ക് BP കുറയുകയും കൂടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് 2 മന്ത് കണ്ടിന്യൂസ് ആയിട്ട് വോമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ പോയി വോമിറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗുളികകളും കാര്യങ്ങളും എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുതിയെല്ലാം കെട്ടി ചേട്ടൻ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി തയ്യാറായി ഇറങ്ങി കേട്ടോ. അപ്പം കുഞ്ഞാപ്പി ചേട്ടനും പൂമ്പാറ്റ പെണ്ണും ഞാനും കൂടെ അടുക്കളയിലായിരുന്നു. കുറച്ച് സമയം നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. പിന്നെ അടുക്കളയിലേക്ക് വന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. അടുക്കളയെല്ലാം വൃത്തിയാക്കി ഇടാനും അതെല്ലാം ക്ലീൻ ചെയ്തിട്ടു. അതിനുശേഷം പിന്നെ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യേണ്ട സമയമായി. അവർക്ക് വിശക്കുന്ന സമയത്ത് അവരിങ്ങനെ കരയാൻ തുടങ്ങും. ആ ഒരു സമയത്ത് തന്നെ
കറക്റ്റ് സമയത്ത് കുറുക്കുമായി എത്തി 2 പേർക്കും ഇരുത്തി കൊടുക്കുവാണ് കേട്ടോ. അവർക്ക് നല്ല വിശപ്പുണ്ടെങ്കിൽ ഭയങ്കര നിർബന്ധമൊന്നും പിടിക്കില്ല, വന്നടുത്തിരുന്ന് തന്നെ കഴിച്ചോളും കേട്ടോ. നമ്മളിപ്പോൾ എന്ത് ഫുഡ് കൊടുത്താലും അതിൽ നിന്നൊരു അംശം ആദ്യം ഒന്ന് പുറത്ത് കളഞ്ഞ ശേഷമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കേട്ടോ. രാവിലത്തെ ആഹാരം എല്ലാം കഴിച്ചു കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ കുറേ സമയം അവർക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ സമയം കൊടുക്കും കേട്ടോ. പിന്നെ മക്കളെ കുളിപ്പിക്കേണ്ട സമയമാവും കേട്ടോ. കുറേ സമയം കഴിഞ്ഞാണ് കുളിപ്പിക്കുന്നത്. ആ ഒരു സമയത്ത് 2 പേരെ എണ്ണയൊക്കെ ഇട്ട് ഒരുമിച്ചാണ് കുളിപ്പിക്കാറുള്ളത്, ആരും ഇല്ലെങ്കിൽ. അപ്പോൾ ആരെങ്കിലും വീട്ടിൽ നോക്കാനുണ്ടെങ്കിൽ ഓരോരുത്തരെയായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടാണ് കുളിപ്പിക്കുന്നത് കേട്ടോ. ആദ്യം ഒരാളെ എണ്ണയിട്ട് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് അവരെ ഡ്രസ്സൊക്കെ മാറ്റിയ ശേഷം അടുത്ത ആളെ പോയി എടുത്തുകൊണ്ട് വരും. ആ രീതിയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ ഉടുപ്പിടുന്ന സമയത്ത് ഇച്ചിരി നിർബന്ധം കാണിക്കാറുണ്ട് കണ്ടോ. ഭയങ്കര വാശിയാണ്, ഉടുപ്പിടാൻ ഭയങ്കര മടിയാണ്, ഉടുപ്പ് ഊരുന്നത് എടുക്കുന്നതെല്ലാം. പിന്നെ വിറ്റാമിൻ D3 കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലെ അതിന് മധുരം ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല, ഞാൻ ചെക്കൊന്നും ചെയ്തിട്ടില്ല, ചിലപ്പോൾ ടേസ്റ്റ് കാണുമായിരിക്കും. അതവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുടിക്കാനായിട്ട്. അങ്ങനെ ആദ്യം ഞാൻ എടുത്തുകൊണ്ട് വന്ന് പൂമ്പാറ്റപ്പെണ്ണിനെയായിരുന്നു കേട്ടോ. പൂമ്പാറ്റപ്പെണ്ണിനെ കുളിപ്പിച്ച് റെഡിയാക്കി സുന്ദരിയാക്കി പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് എൻ്റെ കൂടെ തന്നെ ഞാൻ എപ്പോഴും തല ചീപ്പി കൊടുക്കാറുണ്ട് കേട്ടോ. ചുമ്മാ ഇവർക്ക് ജനിച്ച സമയത്ത് 2 പേർക്കും ഒട്ടും മുടിയില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് കുറച്ച് മുടി കിളിച്ച് വരുന്നത്. 2 മൊട്ടക്കുട്ടികളായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ ആളെയും ഞാൻ എടുത്തുകൊണ്ട് വന്ന് കുളിപ്പിച്ച് ഒരുക്കി മരുന്നൊക്കെ കൊടുത്ത് പിരിയം എഴുതാൻ വേണ്ടി നോക്കിയാണ് കേട്ടോ. അങ്ങനെ 2 പേരെയും പിരികയൊക്കെ എഴുതി സുന്ദരി കുട്ടികളാക്കി ഒരുക്കാൻ തുടങ്ങി. ആദ്യം തന്നെ എഴുതി വെച്ചിരിക്കുന്ന പിരികം നമ്മൾ എണ്ണയൊക്കെ വെച്ച് മായ്ച്ച് കളഞ്ഞിട്ടാണ് പിന്നെ എഴുതി കൊടുക്കുന്നത് കേട്ടോ. കാരണം കുളിപ്പിക്കുന്ന സമയത്ത് ഞാൻ നെറ്റിയിൽ നിന്നും ആ ഒരു കരി അധികം മായ്ച്ച് കളയാനൊന്നും നിൽക്കാറില്ല. കാരണം കരിയൊക്കെ കണ്ണിലേക്ക് വീഴുമ്പോൾ അവർ സോപ്പ് വെള്ളമൊക്കെ കണ്ണിലേക്ക് വീഴുകയാണെങ്കിൽ കരയാൻ നല്ല ചാൻസാണ് കേട്ടോ. ഇതാകുമ്പോൾ അവരിങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എണ്ണ തൊടുമ്പോൾ തന്നെ പെട്ടെന്നിങ്ങ് ഇളകിപ്പോരും. അതുകൊണ്ട് കുളിപ്പിച്ച് കൊണ്ടുവന്ന ശേഷമാണ് മുഖത്ത് ഇതുപോലെ ഒരുക്കിയൊക്കെ വയ്ക്കുന്നത് കേട്ടോ. പലർക്കും കരി എഴുതുന്നതോ പൗഡർ ഇടുന്നതോ ഒരുക്കുന്നതോ അങ്ങനെയൊന്നും ഇഷ്ടമല്ലാത്തവരും കാണും. നമുക്ക് നമ്മളെ മക്കളെ ഏത് രീതിയിൽ കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലാണ് ഞാൻ അവനെ ഒരുക്കി വയ്ക്കുന്നത്. അപ്പോൾ അത് തെറ്റാതെ തന്നെ ഞാൻ പെട്ടെന്നൊരു കുളിച്ചിട്ട് ഇറങ്ങിയ സമയത്ത് തന്നെ പുറത്ത് നിന്നൊരു കരച്ചിൽ കേട്ടു. വേറെ ആരുമല്ല, എൻ്റെ കുഞ്ഞാറ്റ പെണ്ണാണ് ഇപ്പം പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് കരയാൻ തുടങ്ങുന്നത് കേട്ടോ. പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് വന്ന് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ ഒരുക്ക് ഇതൊക്കെ തന്നെയാണ്. കുറച്ച് ഫെയർ ഓയിൽ, കുറച്ച് പൗഡർ, ഒരു പൊട്ട്, ഇത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ്. എൻ്റെ പൗഡർ അവളുടെ പൗഡറിൽ നിന്നും കുറച്ച് എടുത്തതിനാണ് കുഞ്ഞാറ്റപ്പെണ്ണി ഇങ്ങനെ നോക്കുന്നതേ, എന്തിനാ അമ്മേ എൻ്റെ പൗഡർ എടുത്തേ എന്നൊരു നോട്ടം കൂടി ഉണ്ട്. അങ്ങനെ കുറച്ച് പൗഡറൊക്കെ ഇട്ട് ഒരുങ്ങി ഞാനും അവളെ കയ്യിൽ വെച്ചുകൊണ്ട് മറ്റ് ജോലികളിലേക്ക് ഏർപ്പെട്ടു കേട്ടോ. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളധികം നിർബന്ധം പിടിപ്പിക്കാതെ അപ്പോൾ തന്നെ എടുക്കണം. കാരണം കുഞ്ഞുങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെ കരഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം എടുക്കാതെയൊക്കെ കരഞ്ഞളയും കേട്ടോ. പിന്നെ ആരും ഇങ്ങനെ അധികം നേരം കുഞ്ഞുങ്ങളെ കരയിപ്പിക്കാറില്ലല്ലോ, നമുക്ക് കരയുമ്പോൾ തന്നെ അങ്ങ് എടുക്കാൻ തോന്നും. അങ്ങനെ കുഞ്ഞാറ്റപ്പെണ്ണിനെ കൈ വെച്ചിട്ടാണ് ബെഡ് ക്ലീൻ ചെയ്യുകയും ഇതുപോലെ മടക്കിയൊക്കെ ഇടുകയും ചെയ്തത്. ഇപ്പോഴത്തെ പരിപാടി 2 പേരും കൂടി എഴുന്നേറ്റാൽ ഞാൻ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കും, അടുത്ത സൈഡിൽ നിന്ന് കുഞ്ഞുമക്കൾ വന്ന് അതെല്ലാം വൃത്തികേടാക്കിയിടും. ഒരാളെ ഉറക്കി കിടത്തിയിട്ടാണ് താഴേക്ക് പോയിട്ട് മറ്റ് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇവർക്ക് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നല്ല വിശപ്പായതുകൊണ്ട് എനിക്ക് ഫുഡ് കഴിക്കണമല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ താഴേക്ക് എത്തി. അധികം ഞാൻ കാപ്പി അങ്ങനെ കഴിക്കാത്ത കൂട്ടത്തിലാണ്. പിന്നെ നേഴ്സറിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടി കൊണ്ടുള്ള പുട്ടുണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ. ആ ഒരു പുട്ട് കഴിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളിലേക്ക് ഇപ്പം കുഞ്ഞുങ്ങൾക്ക് അത് കഴിക്കാൻ അത്ര താല്പര്യമില്ല, അതുകൊണ്ട് അധികം ആ പൊടി നമ്മൾ കൊടുക്കാറില്ലാത്തത് കൊണ്ടും അത് ഞാനിപ്പോൾ പുട്ടുണ്ടാക്കി കഴിച്ചാൽ അതിൻ്റെ ബെനിഫിറ്റ് കുഞ്ഞുങ്ങൾക്ക് കൂടി കിട്ടും എന്നതുകൊണ്ട് ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് അത് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അല്ലെങ്കിൽ എനിക്ക് തണുത്ത പഴങ്കഞ്ഞി കുടിക്കാനാണ് വലിയ ഇഷ്ടം. പിന്നെ ചേട്ടൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇഡ്ഡലി മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അധികം ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അധികം ഉഴുന്നൊക്കെ ഇട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയാണ്. പിന്നെ ഒരുപാടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇഡ്ഡലിയും ചമ്മന്തി കറിയും മുളക് കറിയും എല്ലാം കൂടെ ചേർത്ത് കഴിച്ചു കേട്ടോ. കഴിച്ചിട്ട് വന്ന് കഴിക്കുന്ന സമയത്ത് കുഞ്ഞിന് ഒരു ഉമ്മിണി കൊടുത്തിട്ടുണ്ടായിരുന്നു, അവൾക്ക് ആ വിശപ്പില്ലാത്തത് കൊണ്ടേ. പിന്നെ അതിനുശേഷം ഞാൻ കൊണ്ടുവന്ന് രണ്ടാമത്തെ ആളെയും ഉറക്കാൻ തുടങ്ങി. ഉറക്കി കഴിഞ്ഞ് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾ എഴുന്നേറ്റ് വന്നു. പിന്നെ ഇതുപോലെ
റൂമിനകത്തുള്ള എന്തെങ്കിലും ഞാൻ പരിപാടി ചെയ്യുന്ന സമയത്ത് കൂടെ കൊണ്ടിങ്ങനെ ഇരുത്തുകയാണ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് അവർക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞ് അലമാരയുണ്ട്. അതിലുള്ള സ്വന്തം തുണികളെല്ലാം വാരി വലിച്ചിടുകയും നമ്മുടെ അലമാരയിൽ കയറി അമ്മയുടെ, അതായത് എൻ്റെ തുണികളെല്ലാം അങ്ങനെ അടുക്കി വെക്കണ്ട, ഇതും കൂടെ വാരി ഇട്ടാക്കാന്ന് പറഞ്ഞ് അതെല്ലാം വാരി പുറത്തിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഇപ്പം നമ്മൾ കണ്ടാലും നമ്മൾ പിടിച്ചു മാറ്റാൻ ചെന്ന് കഴിഞ്ഞാൽ നല്ല നിലവിളിയായിരിക്കും. അതുകൊണ്ട് ഞാൻ കണ്ടാലും കണ്ടില്ലെന്ന് അടിച്ച് അവിടെ ഇരിക്കും. കുറച്ച് സമയമല്ല വാരി ഇടട്ടെ, അത് കഴിഞ്ഞ് ഞാൻ പറക്കി വെക്കും. അത് തന്നെ നടക്കുന്നത്. കാരണം അവർ കുറച്ച് സമയമെങ്കിലും കരയാതിരിക്കുക, അതിന് വേണ്ടിയിട്ട് തുണി ഇപ്പം എന്ത് സംഭവിക്കുക, വാരിയിട്ട് അത് മടക്കി വയ്ക്കാമല്ലോ, അത്രയേ ഉള്ളൂ. ആ ഒരു പരിപാടി അവിടെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയത്തേക്ക് അവരുടെ കുരുത്തക്കേട് മറ്റ് ഇത് സാധനങ്ങൾ തല്ലിപ്പൊട്ടിക്കുന്നതിനേക്കാൾ ഭേദം ഇതല്ലേ എന്ന് കരുതി ഞാനങ്ങ് വിട്ടേക്കും കേട്ടോ. അതിനുശേഷം ഉച്ചയാവും, പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കേണ്ട സമയമാവും. ആ ഒരു സമയത്ത് 2 പേരെയും കൊണ്ട് താഴെ ഇരുത്തി ഇതുപോലെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല വിശപ്പാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അടുത്ത് വന്ന് അനങ്ങാതിരിക്കും, അല്ലെങ്കിൽ ഇതാണ് പരിപാടി. പിന്നെ കുഞ്ഞാപ്പിച്ചേട്ടൻ വന്നതുകൊണ്ട് കുഞ്ഞാപ്പിച്ചേട്ടനും എൻ്റെ എല്ലാ സഹായത്തിനും കൂടെ വന്ന് നിൽക്കും കേട്ടോ. കുറച്ച് നേരം ചേട്ടൻ്റെ കൂടെയൊക്കെ കളിച്ച് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച് സുന്ദരി കുട്ടികളാക്കി. അതിനുശേഷം ജനലിലൂടെ കൂട്ടുകാരനെ നോക്കിയാണ്. മിക്ക ദിവസങ്ങളും മക്കളുടെ കൂട്ടുകാർ വന്നിങ്ങനെ വൈകുന്നേരങ്ങളിൽ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോകാറുണ്ട് കേട്ടോ. അവരവിടെ കൊണ്ടുപോയി കളിപ്പിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ 2 പേരും ഇങ്ങനെ ജനലിലൂടെ നോക്കുകയാണ്, ആരും വരുന്നില്ലേ.